മകൻ ധ്യാൻ ഇവിടെ ഇല്ലായിരുന്നു. ധ്യാൻ കോഴിക്കോട് ഷൂട്ടിന് പോയിരിക്കുകയായിരുന്നു. പക്ഷെ ധ്യാൻ ആ വാർത്ത അറിയുന്നത്, പക്ഷെ ഞാൻ ആ സംഭവം ധ്യാനെ വിളിച്ചപ്പോൾ ധ്യാൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു, ഷൂട്ടിംഗ് സ്ഥലത്തായിരുന്നു. പക്ഷെ ധ്യാൻ ആ വാർത്ത അറിയുന്നത് വാർത്തയിൽ നിന്നാണ് എന്ന് കേട്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അച്ഛൻ മരിച്ചു എന്ന വാർത്ത കേൾക്കുന്ന ഒരു മനുഷ്യൻ്റെ, ഒരു മകൻ്റെ ഒരു അവസ്ഥ. പിന്നീട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ എത്തിയ ആ ഒരു മനക്കെട്ടി, ആ ഒരു ധൈര്യം, അച്ഛനോടുള്ള സ്നേഹം, അച്ഛനോടുള്ള അടുപ്പമാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ടൗൺ ഹാളിൽ എത്തിയപ്പോൾ ധ്യാൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ ധ്യാൻ നേരെ നോക്കുന്നു. ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാത്ത പരാതി, പാർട്ടിക്കാർക്ക് പോലും ഇല്ലാത്ത പരാതി, ചെറിയ ആളുകൾക്ക് അത് ഒരു മുഖ്യമന്ത്രിയായിരുന്നു, ധ്യാൻ ഒരു മര്യാദ പാലിക്കണമായിരുന്നു. എന്താണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ എഴുതുന്നതെന്നറിയില്ല. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ധ്യാൻ തന്നെയാണ് അമ്മയെ വിമല ചേച്ചിയെ കാണിച്ചു കൊടുക്കുക. അപ്പം ചേച്ചി എഴുതേക്കാൻ മുഖ്യമന്ത്രിയോട് ഇരുന്നോളെന്ന് പറയുന്നത് നമുക്ക് കാണാം. അവിടെ അതിൻ്റെ അടുത്തിരുന്ന പെൺകുട്ടിയോടടുത്ത് അവൾ എഴുന്നേറ്റ് നിന്നപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കൂ, പിന്നെ ഇരിക്കൂ എന്ന് പറയുന്ന. അപ്പം മുഖ്യമന്ത്രിക്കും അറിയാം ഇത് ഇങ്ങനെയാണ്, അങ്ങനെ നടക്കുകയുള്ളൂ എന്നറിയാം.